വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണയും വലിയ കുതിപ്പാണ് ബി.ജെ.പി. നടത്തിയത്. ഇപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡീല് പാലക്കാട് നടന്നു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും വോട്ട് നില പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള സഹായം തവണ UDF-ന് ലഭിച്ചിട്ടുണ്ട്. അത് CPM-ൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം, പാലക്കാടത്തെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളൊന്നാണ് മലമ്പുഴ. അപ്പോൾ 20,000-ഓളം വോട്ടാണ് CPM-ന് അവിടെ കുറഞ്ഞിരിക്കുന്നത്. ഷൊർണൂർ 71,000 വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ CPM-ന് ഇത്തവണ 56,000 വോട്ടാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 36,000 വോട്ടുണ്ടായിരുന്നു, അത് 34,000. അങ്ങനെ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും വളരെ അകമഴിഞ്ഞുള്ള സഹായം CPM-ൻ്റെ ഭാഗത്തുനിന്ന് UDF-ന് അനുകൂലമായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് UDF-ൻ്റെ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ചിട്ടാണ് CPM-ന് ഇതിൻ്റെ അകത്തു നിന്നിട്ടും ഇത്രയേറെ സഹായം UDF-ന് കിട്ടുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു ജില്ലാ നേതൃത്വത്തിലുള്ള ഒരാളാണ് മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ലീഡ് ആയിരിക്കും UDF-ന് CPM-കാർ നേടിക്കൊടുത്തിട്ടുണ്ടാവുക. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം CPM-ൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ബി.ജെ.പി. നടത്തിയിട്ടുള്ളത് വലിയൊരു കുതിപ്പ് തന്നെയാണ്. 2019 2,18,000 ആണെങ്കിൽ അത് ഇത്തവണ 34,000 വോട്ടുകൾ അധികമായി നേടിയിരിക്കുന്നു. വലിയ ആത്മവിശ്വാസമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചോളം ലഭിക്കുന്നത്. ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പാലക്കാട്. എന്തൊക്കെ ഒരുക്കങ്ങളിലേക്കാണ് ബി.ജെ.പി. കടക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് നിയമസഭാ മണ്ഡലം ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നു. പ്രായരി പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 3 മെമ്പർമാരുണ്ട്. കണ്ണാടിയിലെല്ലാം വളരെ നിസ്സാരമായിട്ട് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തോറ്റു. മാത്തൂർ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അപ്പോൾ സംഘടനാപരമായിട്ട് ഞങ്ങൾ ശക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പെട്ടെന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ പറ്റുന്ന, അതിനുള്ള പ്രവർത്തനം തുടങ്ങാൻ പറ്റുന്ന മണ്ഡലമാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ ആരംഭിക്കും. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടോ ബി.ജെ.പി.? ഇല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ പാർലമെൻ്ററി ബോർഡാണ്. സ്റ്റേറ്റ് കോർ കമ്മിറ്റി കൂടി അതിന്ന് കൊടുക്കുന്ന പേരുകൾ സെൻട്രൽ ലീഡർഷിപ്പ് പരിഗണിച്ച് അതിന്ന് ഏറ്റവും വിജയസാധ്യതയുള്ള ആളെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുക. ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ സ്ഥാനാർത്ഥിയല്ല പ്രശ്നം. ഞങ്ങൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആര് മത്സരിച്ചാലും ഇത്തവണ പാലക്കാട് ബി.ജെ.പിയുടെ വിജയം ഉറപ്പാക്കുക എന്നുള്ളത്, അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ ഒറ്റക്കെട്ടായി ഉടൻ ആരംഭിക്കും. നിലവിലെ കണക്കുകൾ പ്രകാരം NDAക്ക് വീണ്ടും ഇന്ത്യ ഭരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആദ്യമായി ബി.ജെ.പിക്ക് ഒരു MP ഉണ്ടായിരിക്കുന്നു. സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷ ഇത്തവണ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബി.ജെ.പിയുടെ ഒരു ലോക്സഭാ MP തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളൊരു അംഗീകാരം കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തിനും ബി.ജെ.പി. പ്രവർത്തകർക്കും തരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി കാണാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ചെറിയ വോട്ടുകൾക്കാണ് ഇപ്പോൾ ആറ്റിങ്ങലിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും തോറ്റിട്ടുള്ളത്. പാലക്കാടും വലിയൊരു കുതിപ്പ് നടത്തി. ഇനി എങ്ങനെയായിരിക്കും ബി.ജെ.പിയുടെ ഇത്തരം മണ്ഡലങ്ങളിലെ പ്രവർത്തനം എങ്ങനെ ശക്തിപ്പെടുത്താനാണ് തീരുമാനം? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഞങ്ങൾക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും 6 മാസം മുമ്പ് മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വം ആരംഭിക്കും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് ഉപകരിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള പണി ഉടൻ തുടങ്ങും. തീർച്ചയായിട്ടും ഞങ്ങൾ നാളത്തോടു കൂടിയിട്ട് ഞങ്ങൾ ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി കഴിഞ്ഞാൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലിരിക്കും. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടി അതോടൊപ്പം ആരംഭിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.